ഓൺലൈനിൽ വർദ്ധിപ്പിക്കേണ്ട സംസ്ഥാന സർക്കാരാണ്. ഞങ്ങൾ ഈ സമരഭൂമിയിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടെങ്കിൽ ഈ സർക്കാരിനെ കൊണ്ട് 1 രൂപയെങ്കിലും വർദ്ധിപ്പിച്ചിട്ട് ഞങ്ങൾ എഴുന്നേറ്റ് പോകുമെന്നുള്ളത് കേരളത്തിലെ അഭിമാനമുള്ള മുഴുവൻ ആശാവർക്കർമാരുടെയും പ്രതിജ്ഞയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പർവ്വത സമാനങ്ങളായ ഈ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ഞങ്ങൾ തയ്യാറായത്, ഞങ്ങൾ പ്രാപ്തമായത്. ഈ സമരം ആരംഭിച്ചതിന് ശേഷം നിരവധി ഡിമാൻഡുകൾ ഈ സമരത്തിലൂടെ ഞങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിഞ്ഞു. ഒറിജിനൽ ആശമാരെല്ലാം പണിയിലാണ്. ഡ്യൂപ്ലിക്കേറ്റ് ആളുകൾ വന്നിട്ട് സമര പ്രഹസനം നടത്തുന്നു എന്ന് പറഞ്ഞ് ഒറിജിനൽ ആശമാർ കൂടി ഞങ്ങൾ നേടിക്കൊടുത്തു. ഓണറേറിയത്തിലുള്ള 10 മാനദണ്ഡങ്ങളും എടുത്തു കളഞ്ഞു. ഈ സമയത്തിലൂടെ 437 ആശമാരെന്ന് ആക്ഷേപിച്ച ഈ ആശാവർക്കർമാർ ഇവിടെ ഇന്നുകൊണ്ട് വേതനത്തിന് ജനാധിപത്യ വിരുദ്ധമായി അടിച്ചേൽപ്പിച്ചിരുന്ന മാനദണ്ഡങ്ങൾ എടുത്തു കളയിച്ചു. ഒരാളോടും ചോദിക്കാതെ ഇവിടുത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളോട് ആലോചിച്ചിട്ട് വിരമിക്കൽ പ്രായം തീരുമാനിച്ചപ്പോൾ അതിനകത്ത് ഞങ്ങൾ ഒബ്ജക്ഷൻ അറിയിച്ചു. വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കാതെ വിരമിക്കൽ പ്രായം പ്രഖ്യാപിക്കരുത് എന്ന് പറഞ്ഞു. ഇവിടെ CIT INTUC എല്ലാവരും വന്നിരുന്നു. ഒരക്ഷരം എതിർത്ത് പറഞ്ഞില്ല. ആ കൊണ്ടുവന്ന മാർച്ച് 2 കൊണ്ടുവന്ന ഉത്തരവ് ഞങ്ങൾ 7 ആശമാരുടെ നടത്തിയ സമരത്തിലൂടെ പിൻവലിപ്പിച്ചു. 26,125 ആശമാർക്കും അതിന്റെ ഫലം കിട്ടും, അതിന്റെ ഫലം കിട്ടും. ഞങ്ങൾ സമരം ചെയ്ത് നേടിയെടുത്ത നേട്ടമാണ്. ഏപ്രിൽ മാസം മുതൽ 1000 രൂപ ഇൻസെന്റീവ് ഇനത്തിൽ ടീം ബേസ്ഡ് ഇൻസെന്റീവ് കേന്ദ്ര ഗവൺമെന്റ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന വർഷങ്ങളായിട്ട് കൊടുക്കാതിരുന്നു. ഞങ്ങൾ പിടിച്ചു വാങ്ങി. ഇവിടെ ഇരുന്ന് 3000 രൂപ ആശാവർക്കർമാർ അധികമായി ഇൻസെന്റീവ് വാങ്ങിക്കുന്നു. ഞങ്ങൾ സമരം